സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ് കാരണം. രണ്ടാമത് GST വന്നതിന് ശേഷം 14% GST ആദ്യത്തെ റേറ്റ് അനുസരിച്ച് നമ്മുടെ ടാക്സ്. അത് കുറഞ്ഞ് ഇപ്പോൾ 8-9% കുറഞ്ഞ് 2-3 പ്രാവശ്യം. അപ്പോൾ അങ്ങനെ വരുമാനം കുറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് പരാമർശിച്ചിട്ടേ ഇല്ല. ശരിക്കും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വരുമാനം കുറഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ ടാക്സിനകത്ത് വലിയ മാറ്റം വരുത്തിയുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടില്ല, പറയേണ്ടതാണ്. കാരണം അതിനെപ്പറ്റി ജോയിൻ്റായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഞങ്ങളുമുണ്ട് ഭരണപക്ഷത്തിൻ്റെ കൂടെ. ഞങ്ങൾ അവരുടെ കൂട്ട് സഹകരിക്കാതിരിക്കുന്നവരല്ല. കേരളത്തിൻ്റെ താല്പര്യത്തിന് ഞങ്ങളുണ്ട്. അപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളെ സംബന്ധിച്ച് അവരുടെ ഫിസ്ക്കൽ രംഗത്ത് വന്നേക്കുന്ന മാറ്റങ്ങളെപ്പറ്റി വളരെ കൃത്യമായി പറയേണ്ടതാണ്. പിന്നെ അദ്ദേഹം വളരെ വാചാലമായി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും എടുത്തു പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഇതിനകത്ത് വളരെ വലിയ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 35,000 കോടി രൂപയുടെ പ്ലാൻ വെച്ചിട്ട് ഇല്ലേ, 35,000 കോടി രൂപയുടെ പ്ലാൻ വെച്ചിട്ട് 20,400 കോടി രൂപ അതിൽ കുറവുണ്ട്. എന്നിട്ട് പറഞ്ഞെന്താ, ഒരു അസംഷനിൽ ത്രൂ എ വൈൽഡ് ഗസ് the then finance minister presented a budget by ballooning the income എന്നാണ്. എന്താണ് അതിനകത്ത് തെറ്റ് ചെയ്തിട്ടുള്ളത്? ഫൈനാൻസ് കമ്മീഷൻ 16ാം ധനകാര്യ കമ്മീഷൻ്റെ മുന്നിൽ കേരളത്തിന് കിട്ടേണ്ട തുകയെ സംബന്ധിച്ച് ഞങ്ങൾ മെമ്മോറാണ്ടം കൊടുത്തു. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയും എല്ലാ പാർട്ടികളെയും ഉൾപ്പെടെ ഞങ്ങൾ സഹകരിപ്പിച്ച് മെമ്മോറാണ്ടം കൊടുത്തു. കേരളത്തിന് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് 3.82% ആണ്. അത് കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ മുമ്പ് അത് 2.5 ആയി. ധനകാര്യ കമ്മീഷൻ അത് 1.92 ആയി. ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ധനകാര്യ പണ്ഡിതന്മാർ, ഇപ്പോൾ ഈ കമ്മിറ്റിയുടെ ബഹുമാന്യ അംഗമായിട്ടുള്ള ശ്രീ KM ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകളെല്ലാം ഞങ്ങളെ ഉപദേശിക്കാനും നിർദ്ദേശിക്കാനും അഭിപ്രായങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് കൊടുത്ത ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രപ്പോസൽ 3% കിട്ടേണ്ട തരത്തിലേക്ക് ഒരു പ്രപ്പോസലാണ് കൊടുത്തത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റും തരണം എന്ന് പറഞ്ഞിരുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.